ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മുറിഞ്ഞകല്ല് അപകടത്തിൽ മരണമടഞ്ഞവർക്ക് കണ്ണീരിൽ നനഞ്ഞ യാത്രാമൊഴി. പൂങ്കാവ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ 2 കല്ലറകളിലായാണ് മൃതശരീരങ്ങൾ അടക്കം ചെയ്തത്. നാടിന്റെ നോവായി മാറിയവരെ ഒരു നോക്ക് കാണാൻ നെഞ്ച് ഉലഞ്ഞെത്തിയത് 100 കണക്കിന് ആളുകളായിരുന്നു. ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ഒപ്പം ഷിനോജ്, സംസ്കാര ചടങ്ങുകൾ കഴിയുന്നു എന്ന് കരുതുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണെന്ന് കരുതുകയാണ്. മാത്രമല്ല ഇവരൊക്കെയും നമ്മളെ ഒരുപാട് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മണ്ണിലേക്ക് മടങ്ങിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അതിവൈകാരികമായ കാഴ്ചകൾ തന്നെയാണ് പൂങ്കാവ് സെൻറ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിൽ നമുക്ക് ഇന്ന് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പൊതുദർശനം 12 കാലോടുകൂടിയാണ് അവസാനിച്ചത്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചത്. സമയത്തൊക്കെ രാവിലെ മുതൽ തന്നെ അതിവൈകാരികമായി തന്നെയാണ് ഈ നാടും വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ഈ 4 പ്രിയപ്പെട്ടവർക്കും വിട പറയാൻ വളരെ അതിവൈകാരികമായ രീതിയിൽ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ നവംബർ 20 നിഖിലിൻ്റെയും അനുവിൻ്റെയും ആ സമയത്തൊക്കെ തന്നെ ഇവരെ ആശീർവദിക്കുന്നതിന് വേണ്ടി, അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഒക്കെ എത്തിയ ആളുകൾക്കൊക്കെ തന്നെയാണ് അവർക്ക് ഇപ്പോൾ ക്ഷണിക്കപ്പെടാതെ അവരെത്തിയത്. അവരൊക്കെ കണ്ണുകളിലൊക്കെ തന്നെ കണ്ണീരുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന തരത്തിലൊക്കെ തന്നെ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ആ തരത്തിൽ ഒക്കെ വളരെ വൈകാരികമായൊക്കെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാകും. എന്തായാലും സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ബന്ധുക്കളും വൈദികരും നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ അടക്കം ഒരുപാട് പേരാണ് പള്ളിയിലും എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെയൊക്കെ കരയിച്ചുകൊണ്ട് അവർ 4 പേരും തിരികെ മടങ്ങുകയാണ്. ചടങ്ങുകൾ അല്പസമയത്തിനകം പൂർത്തിയാക്കും. ഷിനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.